വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് വാഴപ്പൂ തോരൻ. ചിലവർ വാഴപ്പൂ എന്ന് പറയും, ചിലവർ വാഴക്കുടപ്പൻ എന്ന് പറയും. ഞങ്ങളുടെ ഏരിയയിൽ അതിനെ വാഴക്കുടപ്പൻ തന്നെയാണ് പറയാറ്. അപ്പോൾ വാഴപ്പൂ എടുക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വാഴയുടെ കുടപ്പ് ഭയങ്കര കൈപ്പുരസായിരിക്കും. അപ്പോൾ ഏത് വാഴയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ഓരോരോ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചിലർ പറയും നേന്ത്രക്കായയുടെ വാഴക്കൊമ്പ് ഭയങ്കര കയ്പാന്ന് പറയും, ചിലർ ഒരു റോബസ്റ്റയുടെ എന്ന് പറയും, ചിലർ പറയും പൂവൻ്റെ ആണെന്ന് പറയും. അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. അപ്പോൾ ഞാൻ അതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഭയങ്കര ടേസ്റ്റിയാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരുപാട് ഫൈബർ ഉള്ളതാണ് നമ്മുടെ വാഴക്കൂമ്പിൽ. അതുപോലെ തന്നെ വാഴപ്പിണ്ടിയിലും ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ പറ്റിയില്ലെങ്കിൽ പോലും 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കണം നമുക്ക് എങ്ങനെയാണ് വാഴപ്പൂ തോരൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാഴക്കുടപ്പൻ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുടപ്പൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുടപ്പൻ ക്ലീൻ ചെയ്യുന്ന പലരും പല രീതിയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. വാഴക്കുടപ്പൻ്റെ കാര്യം ഞാൻ അത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം ഏത് വാഴയുടെ കുടപ്പനാണ് കഴിപ്പെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ഓരോരോ അഭിപ്രായങ്ങളാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനായിപ്പോയി. അതുകൊണ്ട് അത് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വാഴക്കുടപ്പൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കും. കഴിച്ച് നോക്കുമ്പോൾ കയ്പ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാറില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇത് കദളി വാഴയുടെ കുടപ്പനാണ്. അപ്പോൾ ഞാനിതിൻ്റെ പൂ കഴിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല, കയ്പ്പ് ഇല്ല. ഇതിങ്ങനെ ഇതിൻ്റെ അറ്റത്തെ സൈഡ് ഒന്ന് കഴിച്ച് നോക്കുക. അപ്പം കയ്പ്പ് ഇല്ല ഇതുവരെ. ഉൾഭാഗം മുറിച്ചിട്ട് കഴിച്ച് നോക്കാം. അപ്പോൾ കയ്പ്പ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല, അതല്ലെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ദുബായിൽ ലുലു എന്നൊക്കെ വാഴക്കുടപ്പം വാങ്ങിച്ചിട്ട് എനിക്ക് ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല. അത് ഏത് വാഴയുടെ കുടപ്പനാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഭയങ്കര കയ്പ്പാണ്. അതുകൊണ്ട് ഞാൻ ദുബായിൽ വെച്ചിട്ട് വാഴക്കുടപ്പൻ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ടാണ് നാട്ടിൽ വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് പേരെ റിക്വസ്റ്റ് പരിഗണിച്ചിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ചെറുപ്പത്തിൽ സ്കൂളിൽ പോണ വഴിയിൽ ഈ വാഴക്കുടപ്പൻ്റെ ഉള്ളിലത്തെ തേൻ കുടിക്കും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത് എനിക്ക്. അപ്പോൾ വാഴക്കുടപ്പൻ്റെ മാക്സിമം നമ്മൾ ഇവിടെ ഇതിപ്പോൾ ഒരു വയലറ്റ് കളറല്ലേ ഇത്, ഈ വയലറ്റ് കളർ പോകുന്ന വരെ നമുക്കിതിങ്ങനെ ഉള്ളിൽ നിന്ന് അടർത്തിയെടുക്കണം. അപ്പോൾ ഈ പൂ ഞാൻ കളയില്ല, പൂ നമുക്ക് ശേഖരിച്ച് വയ്ക്കാം. ഓക്കെ, ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. അത് ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് പ്രസൻറ്റേഷൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ തൊപ്പി, ഈ പൂ നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് വെക്കാം. എന്നിട്ട് അവസാനം ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ മാക്സിമം വൈറ്റ് കളർ ആവുന്ന വരെ ഇതിങ്ങനെ റിമൂവ് ചെയ്യാം. ഈ സംഭവം കളയുക, പൂ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. തേനൊക്കെ ആദ്യത്തെ 2 പാളിയിൽ മാത്രമേ ഉണ്ടാവാറ്. ഇപ്പം നമ്മൾ അണ്ണാറക്കണ്ണനും കിളികളൊക്കെയാണ് ഇതിൻ്റെ തേൻ കുടിക്കാറ് ഇപ്പോഴത്തെ കാലത്ത്. പണ്ടൊക്കെ കുട്ടികൾ സ്ഥിരം കുടിച്ചുകൊണ്ടിരുന്നതാണ് അല്ലേ വാഴപ്പൂ തേൻ. നല്ലതല്ലേ. ചിത്രശലഭങ്ങളും ഇപ്പോൾ ചിത്രശലഭങ്ങളുടെ എണ്ണം കുറഞ്ഞു, എല്ലാവരുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളെ പറമ്പിൽ നിറയെ കിളികളും അണ്ണാനെയും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ജാൻ്റെ അമ്മ ഈ ഒരു കളറായി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് അങ്ങ് എടുക്കും. പക്ഷേ എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും തൊലിച്ച് പ്യോർ വൈറ്റ് ഭാഗം ആവുന്ന വരെയാണ് എൻ്റെ അമ്മ ചെയ്യാറുള്ളത്. പക്ഷേ ജാൻ്റെ അമ്മ ഈ ഒരു കളറാവുന്ന വരെ എടുത്തതിന് ശേഷം ഇതങ്ങ് ഇവിടെ കട്ട് ചെയ്യും. അപ്പോൾ ഇത്ര അമ്മ ഉപയോഗിക്കാറുണ്ട്. നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം നന്നായിട്ടങ്ങ് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവ് ക്ലീൻ ചെയ്യുന്ന വിധം കാണിച്ചു തരാം. പൂവ് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ അടുത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊരു പൂവല്ലേ, ഈ പൂവിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഭാഗമല്ലേ, അത് നമ്മൾ എടുക്കില്ല, അതങ്ങ് റിമൂവ് ചെയ്ത് കളയും. അതുപോലെ തന്നെ ഈ സംഭവം ഇതും അങ്ങ് റിമൂവ് ചെയ്ത് കളയും. ബാക്കി നമ്മൾ കംപ്ലീറ്റ് ഉപയോഗിക്കും. അപ്പോൾ എല്ലാ പൂവും അതിച്ചിരി സമയം പിടിക്കും, പക്ഷെ എന്നാലും പൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഈ ഭാഗം കളയാം, അതുപോലെ തന്നെ ഈ നടുവിലത്തെ ഈ ഒരു സംഭവം അങ്ങ് കളയാം. മനസ്സിലായ? അപ്പം അതുപോലെ മൊത്തത്തിൽ നമുക്ക് പൂ അങ്ങ് ക്ലീൻ ചെയ്തിട്ട് മുറിച്ച് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂവ് അങ്ങനെ കളയാം. ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രം ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അത് ഉള്ളിലോട്ട് പോകുന്തോറും ഇതിൻ്റെ തിക്നെസ് കുറയും. ഞാൻ പുറത്തെ ഭാഗത്തെ പൂവിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. നമുക്കിതങ്ങ് റിമൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഇതേപോലെ റിമൂവ് ചെയ്തതിന് ശേഷം ഞാനതങ്ങ് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ കുഴപ്പം മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ.
അപ്പോൾ ഇതിൻ്റെ ഞാൻ ഉള്ളിലത്തെ ഞാൻ പറഞ്ഞ സംഭവങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ ഇപ്പോൾ പൂ എടുക്കണമെന്നൊന്നുമില്ല, പക്ഷേ പൂവും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരിയെങ്കിലും കറി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അവസാനം അരിയാം. ആദ്യം തന്നെ ഞാൻ ഇതാണ് അരിയാൻ പോകുന്നത്. അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ഉണ്ടാക്കണം. അരിഞ്ഞൊന്നും ഒരുപാട് നേരം വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ വെക്കുക, അതിനുശേഷം അരിയുക. അപ്പോൾ ചിലവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കും, അതിനുശേഷം നന്നായി വാഷ് ചെയ്തെടുക്കും. അതേസമയം തമിഴ്നാട്ടിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മനെ നോക്കുന്ന ചേച്ചി തമിഴ്നാട്ടിലെ ചേച്ചിയാണ്. അവർ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മോരും വെള്ളത്തിലിട്ട് വെക്കത്രേ, അഥവാ കൈപ്രസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ചിലവർ ചെറുനാരങ്ങ വെള്ളത്തിലിട്ട് വെക്കും. അങ്ങനെ ഓരോ നാട്ടുകാരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് പ്രിഫറൻസ് തോന്നുന്നത് അതുപോലെ ചെയ്തോളൂ. അപ്പോൾ കൈപ്രസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വെറുതെ വെളിച്ചെണ്ണ പുരട്ടിയിട്ടാണ് വെക്കാൻ പോണത് കേട്ടോ. വാഷ് ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ പിന്നെ വാഷ് ചെയ്യില്ല. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയൊരു കൈപ്രസൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് വെള്ളം എടുക്കുക, അതിലോട്ട് ഇതിട്ട് കുറച്ച് നേരം വെക്കുക, അതിനുശേഷം നന്നായി വാഷ് ചെയ്തെടുക്കുക. അരിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കഴിച്ച് നോക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പൂ കഴിച്ചപ്പോൾ എനിക്ക് കൈപ്രസം തീരെ തോന്നിയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇത് ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇത് വാഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നന്നായി കുനുകുനാ നമുക്ക് അരിഞ്ഞെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിൽ എണ്ണ പരട്ടുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലവരെന്താ വെച്ചാൽ കൊത്തി അരിയും, അതായത് ഇങ്ങനെ ഇവിടെ മുറിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വെച്ചാൽ കൊത്തി അരിയും. അതേസമയം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അത് അരിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ സാധാരണ രീതിയിൽ അരിഞ്ഞ് കാണിച്ചു തരാം. നെടുകെ അങ്ങ് മുറിക്കുക. അതിന് ശേഷം ഇതിനെ നമുക്ക് കുഞ്ഞി ആയിട്ടങ്ങ് നീളത്തിലങ്ങ് എടുക്കുക. എന്നിട്ട് നമുക്ക് വളരെ നൈസായിട്ടങ്ങ് അരിഞ്ഞെടുക്കുക. അതായിരിക്കും കുറച്ചും കൂടെ ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പേർപ്പിൾ ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഈ വൈറ്റ് പോർഷൻ ആവുന്ന വരെയുള്ള പേർപ്പിൾ ഭാഗം ഞാൻ എടുക്കും, കാരണം അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. വളരെ നൈസായിട്ടങ്ങ് അരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇത് പരിപ്പിൻ്റെ കൂടെയാണ് ഇട്ട് വയ്ക്കാൻ പോകുന്നത്. ഇത് വൻപയറിൻ്റെ കൂടെ ഇട്ട് വയ്ക്കും, ചെറുപയറിൻ്റെ കൂടെ ഇട്ട് വയ്ക്കും, അതുപോലെ തന്നെ മുതിരയുടെ കൂടെയും ഇട്ട് വയ്ക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ തനിയെ ഉണ്ടാക്കാം. പക്ഷേ തനിയെ ഉണ്ടാക്കുമ്പോൾ ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപ്പിൻ്റെ സഹായം തേടുന്നത്. അപ്പോൾ ഇതേപോലെ അങ്ങ് വളരെ നൈസായിട്ട് അങ്ങ് കുനുകുനാ അങ്ങ് അരിയുക. നിറയെ ഫൈബർ ഉണ്ട് വാഴക്കൊടുപ്പനിലും അതുപോലെ തന്നെ വാഴപ്പിണ്ടിയിലും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. വാഴപ്പിണ്ടിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർ കാണാൻ മറക്കരുത്. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ കായത്തൊലിയും മൺപയറും ഇല്ലേ, സെയിം റെസിപ്പി വെച്ചിട്ട് ഇത് ചെയ്യാം. സാധാരണ രീതിയിൽ എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യാറ്, പക്ഷേ ഇന്ന് ഞാനിപ്പോൾ വേറെ രീതിയിലാണ് റെസിപ്പി ചെയ്യുന്നത്. അതായത് തോരൻ പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിത് ഉപ്പ് വെള്ളത്തിലിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോണ പോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം, തിരുമ്പി വെക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ഇതിൽ പരട്ടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും കേട്ടോ. അതിന് വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ പരട്ടുന്നത്. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, കൈപ്രസ് ഉണ്ടോ എന്ന് നോക്കട്ടെ. കൈപ്രസ് ഉണ്ടാവാൻ വഴിയില്ല, കൈപ്രസ് ഇല്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ വളരെ നൈസായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കാം. അമ്മയ്ക്ക് ഓർമ്മയില്ല ഇത് വാഴക്കൊടുപ്പൻ അല്ലേ? അമ്മ വന്നിട്ടുണ്ട് കാണാനേ. പണ്ട് അമ്മ സ്ഥിരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനമല്ലേ ഇത്. അമ്മയാണെങ്കിൽ വെള്ള കളർ ആവുന്ന വരെ മുറിച്ച് കളയും. ഇരിക്കണോ? അപ്പോൾ ഇരുന്നമ്മ ഞാൻ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ? വാഴക്കൊടുപ്പനും. ഞാൻ ഇന്ന് പരിപ്പിൻ്റെ കൂടെ വെക്കാൻ പോണത് വാഴക്കൊടുപ്പനേ. അമ്മയ്ക്കിത് ഞാൻ ഇച്ചിരി തരാം കേട്ടോ, എരി കുറച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയുമ്പോൾ കത്തിയിൽ കറ പിടിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ കത്തിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റിക്കോട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്കങ്ങ് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മൊത്തത്തിൽ വാഴക്കൊടുപ്പൻ മുറിച്ചതിന് ശേഷം നമുക്ക് പൂവും കൂടെ അങ്ങ് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വാഴക്കൊടുപ്പൻ നൈസാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ചിലവർ ഇതിൻ്റെ നാരൊക്കെ റിമൂവ് ചെയ്യും, പക്ഷേ ഞാൻ നാരൊന്നും റിമൂവ് ചെയ്യാറില്ല കേട്ടോ. കാരണം ഫൈബർ ആണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫൈബർ നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്നതിൻ്റെ ഗുണമൊക്കെ പോകും. അതുകൊണ്ട് നാരുകൾ ചെറുതായിട്ടുണ്ടെങ്കിൽ അത് കുക്ക് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഞാനിതൊന്നും റിമൂവ് ചെയ്യാറില്ല. വളരെ നൈസാക്കി അരിഞ്ഞ് വെളിച്ചെണ്ണ പരട്ടിക്കഴിഞ്ഞാൽ ഒരു നാരും അധികം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കഴിഞ്ഞ് നമ്മുടെ പൂവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പൂവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഇത് സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം അങ്ങ് കട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ വളരെ നൈസായിട്ട് അങ്ങ് മുറിച്ചെടുക്കാം. ഇതൊക്കെ അപ്പം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പരിപ്പോ പയറോ അല്ലെങ്കിൽ മുതിരയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് ഓവർ കുക്കാവാൻ പാടില്ല. ഒരു 3/4 ഭാഗം കുക്കായതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കുക. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് വീണ്ടും കുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൂവ് ഇതിൽ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പൂവ് ഇതേപോലെ തന്നെ ഞാനങ്ങ് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണ പരട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അല്പം മാത്രം ഉപ്പിട്ടാൽ മതി, കാരണം വീണ്ടും നമുക്ക് മറ്റേലേക്ക് ഞാൻ പരിപ്പിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പാണ്. അപ്പോൾ ഇതിൽ അല്പം മാത്രം ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി അല്പം കൂടി ഇട്ട ശേഷം മിക്സ് ചെയ്ത്
അങ്ങ് വെക്കുക കേട്ടോ. നിങ്ങൾ ഉപ്പ് വെള്ളത്തിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെക്കാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം, ഇതിൽ നമ്മളെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരുമാതിരി ബ്ലാക്ക് ഷെയ്ഡ് കൂടെ വരുന്നുണ്ടല്ലോ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ. അത് പ്ലാസ്റ്റിക് ആണെങ്കിലും അതെ, വുഡ് ആണെങ്കിലും അതെ. അപ്പോൾ ജാൻ്റെ അമ്മയൊക്കെ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് നേരം കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് പരട്ടി വെക്കും. എന്നിട്ട് നമ്മൾ സാധാരണ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ ഈ കറുപ്പ് കളറൊക്കെ പോയി നല്ല പുതിയതുപോലെ അങ്ങ് ഇരിക്കും. പിന്നെ ഇതിന് കളർ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ പരട്ടി 2 സൈഡിലും വെളിച്ചെണ്ണ പരട്ടി വെച്ച് ഉണക്കി കഴിഞ്ഞാൽ നല്ല പുതിയതുപോലെ അങ്ങ് തിളങ്ങും. ഇപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷ നോക്കണം. കുറച്ച് നേരം ഇരിക്കണം. അതിന് ശേഷം മാത്രം സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏത് ഭാഗത്ത് ഉള്ള കറുപ്പ് കളറാണെങ്കിൽ അങ്ങ് മാറിക്കോളും. ഓക്കെ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ്, അതായത് 240 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് നാളികേരം ചിരകിയത്, ഒരു 3 ചെറിയുള്ളി, അതുപോലെ തന്നെ 3 പച്ചമുളക് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒന്ന് ഒതുക്കിയെടുക്കാമെന്ന് പറയില്ലേ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ തേങ്ങ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക, അതായത് ക്രഷ് ചെയ്തെടുക്കുക, ജസ്റ്റ് ഒരു തിരിതിരിക്കുക. എന്നിട്ട് പിന്നെ അതിലോട്ട് ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് തിരിതിരിക്കുക. അല്ലാതെ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ നന്നായി ഉണ്ടാവില്ല. അപ്പോൾ ഈ ചെറിയുള്ളിയൊക്കെ ഇതുപോലെ കഷ്ണങ്ങളായി കാണണം, അതുപോലെ തന്നെ പച്ചമുളകും ഇതുപോലെ കാണണം. അതാണ് അതിൻ്റെ രീതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മിക്സിയിൽ ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മുടെ ഇടിക്കുന്ന സംഭവമില്ലേ അതിലിട്ടിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോകണം ഞാൻ. അതുപോലെ തന്നെ ഒരു അല്പം ഉപ്പ്. നമ്മൾ കുടപ്പൻ അരിഞ്ഞ് വെച്ചതിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. എപ്പോഴും അത് മനസ്സിൽ വേണം. എന്നിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/4 ഗ്ലാസ്സിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ പരിപ്പാണ്. 1/2 ഗ്ലാസ് ഇല്ല. പരിപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1/4 ഭാഗം കുക്കായിട്ടുള്ള ഈ പരിപ്പ്, ഞാൻ പറഞ്ഞ പോലെ പരിപ്പിന് പകരമായിട്ട് വൻപയർ ഉപയോഗിക്കാം, മുതിര ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ ഉപയോഗിക്കാം, ഏതാണെങ്കിലും. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് നേരം ഇത് സോക്ക് ചെയ്ത് വെച്ചു വെള്ളത്തിൽ പരിപ്പ്. അതിനുശേഷം കുക്കറിൽ ഇട്ടിട്ട് ഒരല്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആവി മാത്രം കയറ്റിയുള്ളൂ. കാരണം പെട്ടെന്ന് തന്നെ കുക്കാവുന്ന ഒരു സംഭവമാണ് പരിപ്പ്. അതുകൊണ്ട് വിസിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആവി കയറി വരുന്ന സമയത്ത് അങ്ങ് ഓഫ് ചെയ്തിട്ടു. എന്നിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ ആകെ ഇങ്ങനെ തോരൻ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ പുഴുക്കുന്ന പേര് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് കറിവേപ്പില, അതുപോലെ തന്നെ ചെറിയുള്ളി, ഒരു 10 ചെറിയുള്ളി ഞാനിവിടെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക് 3 എണ്ണം. അപ്പോൾ നമുക്കിനി കുടപ്പൻ, അതായത് വാഴപ്പൂ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അത്യാവശ്യം വേണം കേട്ടോ, എന്നാലാണ് ഈ നാടൻ റെസിപ്പീസിലൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമില്ലെങ്കിൽ മാത്രം വേറെ ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ അധികം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ അളവിൽ വ്യത്യാസം വരുത്തിക്കോളൂ കേട്ടോ. നമുക്കതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. നമുക്കതിലോട്ടൊരു 3 വറ്റൽമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്കതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 10 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള പൊടിയായി അരിഞ്ഞിട്ട് കൊടുക്കുക. അങ്ങനെ വെച്ചാൽ ഒരു സവാള, ചെറിയൊരു സവാള വളരെ നൈസാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ചെറിയുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലോട്ട് കുടപ്പൻ ഇട്ട് കൊടുക്കാം. ഇതിൽ ചേർക്കുന്ന പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് മാറ്റം വരും കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്നുപരിപ്പ് ഇഷ്ടമാണെങ്കിൽ ഉഴുന്നുപരിപ്പ് പൊട്ടിക്കുക കേട്ടോ. കടുക് പൊട്ടിച്ചില്ലേ, ആ സമയത്ത് ഉഴുന്നുപരിപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും പൊട്ടിക്കാവുന്നതേ ഉള്ളൂ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ പൊട്ടിക്കാറില്ല. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ചെറിയുള്ളി ചെറുതായിട്ട് അങ്ങ് റോസ്റ്റായി മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പൂ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കുക്കായതിന് ശേഷം നമുക്കതിലോട്ട് 1/4 ഭാഗം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ പരിപ്പിട്ടുണ്ട, ഒന്നാവട്ടെ, അതിനുശേഷം പരിപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 3 മിനിറ്റ് ഞാനിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇനി നമുക്കിതിലോട്ട് പരിപ്പിട്ട് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ബാക്കിയില്ല, തരി മാത്രം ബാക്കിയുള്ള വെള്ളം, അത് ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തേങ്ങയാണ്. തേങ്ങാക്കൂട്ടം ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് അത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ ആ പരിപ്പും ബാക്കി വേവാനുള്ള കുടപ്പനും ഒക്കെ നന്നായി കുക്കായി നന്നായിട്ട് മിക്സ് ആവും ആ സമയം കൊണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് ഈ തേങ്ങ എല്ലാ ഭാഗത്തോട്ടും പോവുള്ളൂ. അപ്പോഴാണ് ടേസ്റ്റ് വരിക. പച്ചമുളകിൻ്റെ എരിവും ഒക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്തണം. വെള്ളം കംപ്ലീറ്റ് വറ്റണം കേട്ടോ.
ഞാൻ പിന്നെ ഇതിൽ ജീരകം ചേർക്കാറില്ല, ചിലർ ജീരകം ചേർക്കും. അപ്പോൾ ജീരകത്തിൻ്റെ സ്മെൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരകം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ തോരനിൽ. അപ്പോൾ അടച്ച് വെച്ചിട്ട് വീണ്ടും നമുക്കിതങ്ങ് കുക്കായതിന് ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ടങ്ങ് ഉലർത്തിയെടുക്കാം. എല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തുറന്ന് വെച്ചിട്ടങ്ങ് ഉലർത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ അധികം വെള്ളമൊന്നുമില്ല. 2 മിനിറ്റോളം ഒന്ന് ഉലർത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഴപ്പൂ തോരൻ റെഡിയാവും. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ടാ, അടിപൊളിയായിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്, പാകത്തിന് എരിവ്, 3 പച്ചമുളക് എനിക്ക് കറക്റ്റാണ് എൻ്റെ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് വെറുതെ നെടുകെ കീറിയിട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. നമുക്ക് അവസാനമായിട്ട് എന്ത് ചെയ്യണം, 2 കറിവേപ്പില അതിലോട്ടങ്ങ് കീറിയിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് മുകളിൽ കൂടെ അങ്ങ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എല്ലാ കറിയിലും നാടൻ കറികളിൽ ചെയ്ത പോലെ തന്നെ. ഫാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് താല്പര്യമില്ലാതെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ശേഷം സെർവ് ചെയ്യാം. ഫൈനലായിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ? ചേച്ചിക്ക് കൊടുക്കാം കേട്ടോ. ചേച്ചി ടേസ്റ്റ് ചെയ്തോ? ചൂടുണ്ട്, ഊതിയിട്ട് കഴിച്ചോ. അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള നാടൻ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. പറയട്ടെ. നമസ്കാരം. ഹായ്, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങൾ ഒരുപാട് പേര് എന്നോട് കുറേ ദിവസങ്ങളായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അതായത് നമ്മുടെ വാഴക്കൂ നമ്മുടെ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത്, നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് വാഴപ്പൂ തോരൻ. നമ്മൾ വാഴക്കുടപ്പ് എന്ന് പറയും, ചിലവർ വാഴപ്പൂ എന്ന് പറയും. എത്തിക്കല്ലേ? അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത്, അഭിനന്ദു പ്ലീസ് ഇതേപോലത്തെ ഒരു 5 കുഴപ്പം വേണ്ടി വരും കൂട്ടോ, ഒരു കറിക്ക്. കൂട്ടമായി അത് പൊട്ടിക്ക് കുഴപ്പം. അതെന്തിട്ട് മാവ് ഇത്? അല്ല, എന്തൊരു മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് അതല്ലാന്ന് എന്ത് വാഴയാന്നത് പൂജക്ക് എടുക്കണതാ?